ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശത്തെ വലിയൊരു ആഗ്രഹം പറയുന്ന സ്കാൻഡൽ എന്ന് പറയുന്നത് ഇതാ ഈ ധർമ്മസ്ഥല ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന എന്ന് പറഞ്ഞാൽ ഇവര് കേന്ദ്ര സർക്കാരിന്റെ NRML യോജന എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ അഭിവൃദ്ധി ചെയ്യാനായിട്ട് ഇപ്പം കുടുംബശ്രീ എന്ന് പറയുന്നത് ഇതേപോലെ സംഘടന കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കേന്ദ്രത്തിലെ കാശ് വരുന്ന കാശാക്കിയത് ഇവരെങ്ങനെ തട്ടിപ്പ് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ ഇവരിപ്പോ ഒരു ഗ്രാമത്തോട്ട് വരെ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന എന്ന് പറയുന്നുണ്ടോ ഇതുള്ളത് ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്കര താലൂക്ക് ധർമ്മസ്ഥല ഗ്രാമം. ധർമ്മസ്ഥല ഗ്രാമത്തെ ധർമ്മസ്ഥല ക്ഷേത്രത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വീരേന്ദ്ര ഹെഗ്ഡെ ഇവത്തെ ഇന്നത്തെ കേന്ദ്രത്തെ രാജ്യസഭാ മെമ്പറാണ് പുള്ളി. ഈ പുള്ളിന്റെ അണ്ടറില ഈ ഒരു SKDRP എന്ന് പറഞ്ഞ സംശയമുള്ളത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നാട് നന്നാക്കാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വരിക, നാട്ടിൽ വന്നിട്ട് ഒരു 10 പേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പുകാരോട് പറയുക, നിങ്ങൾക്ക് ഞങ്ങളുടെ ധർമ്മസ്ഥലത്ത് നിന്നുള്ള കാശ് കൂടെ വരും, ഞങ്ങൾക്ക് ധർമ്മസ്ഥല ബാങ്ക് ഞങ്ങൾക്ക് കാശ് തരും, നിങ്ങൾ അഭിവൃദ്ധി ചെയ്യാനാണ് പറയും. അങ്ങനെ വന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗ്രൂപ്പിനൊരു പേരിടും. ഇപ്പൊ എന്താ ചെയ്യുന്നത്, കാസർഗോഡ് എന്നൊരു ഗ്രൂപ്പിന് പേരിടും. പേരിട്ട് കഴിഞ്ഞിട്ട് ആ 10 പേരുണ്ടെന്ന് പറഞ്ഞാൽ 10 പേരുടെ ആധാർ കാർഡ്, വോട്ടർ ID, പിന്നെ ബയോമെട്രിക് ഇതെല്ലാം ഇവരെടുത്തോണ്ട് പോകും. ഇവരെല്ലാം ഇതെടുത്തോണ്ട് പോയിട്ട് ഇവരുടെ ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്ന് നേരിട്ട് ബാങ്കിൽ വരും. അവർ ഇത് കലക്ടർ പറഞ്ഞാൽ ഈ സംഘവും ബാങ്കിൽ നേരിട്ട് ചാവണ്ട. ഇവര് വന്നത് ഇവരെ ഓഫീസിൽ കൊണ്ടുപോകും, ഓഫീസിൽ നിന്ന് ബാങ്കിൽ കൊണ്ടുപോകും. ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ട് അവിടുത്തെ ഈ കാസർഗോഡ് എന്ന് പറയുന്ന സംഘം ഉണ്ടല്ലോ, കാസർഗോഡ് സംഘത്തിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. CC കാത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇടാനായിട്ട് ഓടി എന്ന് പറയുന്നുണ്ട് അവിടെ. അതുപോലെ CC കാത്ത് ഓപ്പൺ ചെയ്യും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ബാങ്കുകാര് ഈ CC കാത്തയിലോട്ട് കാശ് ഇടും. അന്നേരം ഓരോ സംഘത്തിന് 15 ലക്ഷം 20 ലക്ഷം വരെ ഇതുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അത് NRML യോജന പ്രകാരമായിട്ട് അങ്ങനത്തെ അതിലോട്ട് ഈ ബാങ്കുകാർ കാശ് അത് ഇട്ട് കഴിഞ്ഞാൽ ഈ സംഘത്തിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും അറിയാല അത് കാശ് വന്നത്. ധർമ്മസ്ഥലത്ത് നിന്നൊരു ക്ഷേമപ്രതി എന്ന് പറഞ്ഞ നിയമത്തിൽ അവരതിനകത്ത് മൊബൈൽ നമ്പർ കൊടുക്കുന്നത് അവരുടെ മൊബൈലിലെ മെസ്സേജ് വരുന്നത്. ഈ 10 പേർക്ക് അറിയാതെ ഈ ഒരു CC അക്കൗണ്ടിൽ കാശ് വന്നത് ഈ ധർമ്മസ്ഥലത്ത് ആൾക്കാർ വന്നല്ലോ ക്ഷേമപ്രതി ഇവര് ഡ്രോ ചെയ്തിട്ട് തിരിച്ച് ഈ കാത്തലുള്ള ആൾക്കാർ 10 പേരുണ്ടല്ലോ 10 പേർക്ക് തിരിച്ച് ആ കാശ് കൊടുക്കുക. ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത് 9.8%. അത് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കിട്ടി കഴിയുമ്പോൾ 5%, 6% വരുമ്പോൾ 3.5% വിരോട് ഒരു ഗ്രൂപ്പിന് ഈ വട്ടി വരുന്നത്. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞെങ്കിൽ ഈ CC കാത്ത ഫുള്ള് കൺട്രോൾ ഇവരെടുക്കും. ആദ്യമായിട്ട് സൈൻ ചെയ്യിക്കും. ഇതിന്റെ ഫുൾ കൺട്രോൾ. അത് 1 രൂപ ഈ വേറെ ആർക്കും തൊടാൻ പറ്റില്ല, ആ 10 പേർക്ക് തൊടാൻ പറ്റില്ല. നിയമപ്രകാരം എന്ന് പറഞ്ഞെങ്കിൽ ആ 10 പേരിനകത്ത് അധ്യക്ഷരുള്ള അവരാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അവർക്ക് ആ മെസ്സേജ് വരേണ്ടത് അവരാ കൊടുക്കേണ്ടത്. ഈ 10 പേർക്ക് ആർക്ക് കാശ് വേണം, ആർക്ക് കെട്ടാൻ പറ്റും, കപ്പാസിറ്റി ആണ് നോക്കിയിട്ട് 10 പേരാണ് തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം തീരുമാനിക്കാൻ ഈ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന. അത് കഴിഞ്ഞിട്ട് വർഷത്തിൽ 12 മാസത്തെ ഓരോ മാസമായിട്ട് കെട്ടി തീർക്കാനത്. അന്നേരം 9% പലിശ വീഴും, 9.8%. ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോ നമ്മളെ കീശ കിടക്കുന്ന കാശ് തന്നെ ഇവരെടുത്തിട്ട് നമുക്ക് തിരിച്ചു തന്നിട്ട് ആഴ്ച കാശ് കൊടുക്കുക. പലിശ എത്രയാണ് നമുക്ക് ആഴ്ച കാശ് കൊടുക്കുക നമ്മുടെ കാശിനാണ്. അതുമല്ലാതെ നമ്മുടെ കാശ് എടുത്തിട്ട് നമുക്ക് തന്നിട്ട് നമ്മുടെ കാശിന് ഷൂരിറ്റി ആയിട്ട് LIC പറഞ്ഞല്ലോ 1 ലക്ഷം രൂപ കടം തരണമെങ്കിൽ 10,000 രൂപ ഷൂരിറ്റി എടുക്കും LIC ആക്കുന്നത്. അത് നക്കലി LIC. അതുമല്ലാതെ തിരിച്ച് ഇവിടെ നമ്മുടെ കാശ് എടുത്ത് നമുക്ക് തന്ന് അതിന് PRK ബോണ്ട് എന്ന് പറഞ്ഞ ജീവരക്ഷ എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അതിന് 1200 വർഷത്തിന് കട്ട് ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കാശിന്. എന്നിട്ട് ഈ സംഘത്തിന്റെ ഈ ഒരു പറഞ്ഞില്ലേ CC കാത്ത അക്കൗണ്ട് വന്നില്ലേ, ഈ അക്കൗണ്ടിൽ വന്ന കാശ് എടുത്തിട്ട് വേറെ സംഘത്തിന് കാശ് കൊടുക്കും. അവിടെ എന്നിട്ട് ആഴ്ച പഠിപ്പിക്കുക. ഇതൊന്നും എത്ര പേര് തട്ടിപ്പാന്ന് നോക്കുക. ഞാൻ കർണാടക ആയിക്കൊണ്ടിരിക്കുന്നത്, കർണാടക ഒത്തിരി ആൾക്കാർ മരിച്ചു. അതിനുവേണ്ടി ഞങ്ങളുടെ ഇത് മഹേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ധർമ്മസ്ഥലത്ത് ഒത്തിരി കൊലകളായിട്ടുണ്ടായിരുന്നു. അത് സൗജന്യ എന്ന് പറഞ്ഞൊരു കൊച്ചിനെ ബർബർ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഇങ്ങനെയല്ല കൊന്നതിനെ രാജ്യധാരി എന്ന് പറഞ്ഞു സ്റ്റേറ്റ് ഹൈവേന്ന് പകല് 4 മണിക്ക് അവിടെ ഗ്യാങ്കാർ കൊണ്ടുപോയിട്ട് രാത്രി 7-8 പേര് കൂടി അത്യാവശ്യം ചെയ്തിട്ട് അതിനെ കൊന്ന് റോഡ് സൈഡിൽ കൊണ്ട് കളഞ്ഞു. ഇതോടെ കുറെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കുറെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ചോദിക്കാൻ പറയുന്ന ഒരു മനുഷ്യനില്ല. അങ്ങനെ ഈ ഒരു ഇതിനകത്ത് ഇവരെ തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, തിരിച്ചു മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ഇവരെ കൊല ചെയ്യും, ഇവർക്ക് ബെദരിക്കാക്കും. അങ്ങനെ ആത്മഹത്യയുടെ സംഖ്യ കൂടുതലായിക്കൊണ്ടിരിക്കുന്നത് കർണാടകത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾ സമരം കൊണ്ട് ഇപ്പം മുന്നൊരു ആദേശം വന്നത് സർക്കാരത്തിൻ്റെത്. ഇനി ആത്മഹത്യ ചെയ്യാൻ പാടില്ല, വീട്ടിൽ വന്നിട്ട് സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാനൂനും ഉണ്ടത്. അങ്ങനെ ആയിട്ട് ഈ കൊറോണ വന്നല്ലോ ചീനയിൽ, അത് ഇന്ത്യയിൽ വന്നല്ലോ. അതേപോലെ കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ പിടിച്ചത്
ഇവിടെ നിൽക്കണം അത്. ഇത് എൻക്വയറി ആണ്. ഇത് എവിടെ വരുന്നതെന്ന് ഇവർക്ക് ആർമിയുടെ ഒരു പെർമിഷൻ ഇല്ല. ഇവർക്ക് ഒരേ ഒരു പെർമിഷൻ ഇല്ല ഇവർക്ക് ആർമിയുടെ. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട്. BC ട്രസ്റ്റ് BC എന്ന് പറഞ്ഞെടുക്കും. BC എന്ന് പറഞ്ഞാൽ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞെങ്കിൽ ബാങ്കും ഈ സംഘത്തിനും ഒരു മധ്യവർത്തിയായിട്ട് ആ പേര് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണിക്കാതെ ഒരു ഇല്ല തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതിന്റെ ഒരു ഇൻഫർമേഷൻ ഇവർക്ക് ഇല്ല ഇങ്ങനെ സംഘം നടത്താനായിട്ട്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ BC എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞെങ്കിൽ ആ ബാങ്കിനും ഈ സംഘത്തിനും സെൻട്രലായിട്ട് നിന്നിട്ട് ഈ സംഘത്തിന്റെ ലെറ്ററും ആധാർ കാർഡെല്ലാം ബാങ്കിലോട്ട് കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് അവർക്ക് കാശ് പാസ് ചെയ്ത് കൊടുക്കാനുള്ള വ്യവസ്ഥയാണ് BC എന്ന് പറഞ്ഞാൽ. ഇവർ ചെയ്യുന്ന അങ്ങനെയല്ല. BC എന്ന് പറഞ്ഞിട്ട് ഇവരുടെ എല്ലാം കൺട്രോൾ ഇവരെടുത്തിട്ട് ആ കാശ് ഇവരെടുത്ത് തീരുമാനിക്കുക. എന്നിട്ട് ഇവർക്ക് ആഴ്ച പലിശ വരിക. ആഴ്ച പലിശ പറയാൻ 40 നിന്ന് 60 വർഷം വരെ വരുന്നുണ്ട്. എത്ര വർഷമായി കർണാടകത്തിൽ ഒരു 25 വർഷമായി. 1996. 15 വർഷം മുകളിൽ ദേലമ്പാടി സൈഡിൽ നിന്നാണ് ആദ്യം വന്നത്. നമ്മളെ കടി പ്രദേശം ദേലമ്പാടി ആ ഭാഗത്ത്. ഇപ്പൊ ആ ഭാഗത്ത് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഇൻഷുറൻസ് ആദ്യം 3000 വെച്ചിട്ട് ചെയ്യുന്ന മൈക്രോ ഇൻഷുറൻസ്. Earlier they were in the name doing it is in the name of microfinance, but a criminal case was filed against them in Karnataka in 2016. So they changed the name, rural development project. But the thing they are doing the same. It is simply like taking the license of a medical shop and running a liquor business inside. They give any name, rural development, Seva Prati, as you told, who is SP. To misguide the people, they kept Seva Pratinidhi, in short SP. They don't say Seva Prati, only SP to the borrowers. SP has asked to pay. People will frighten. Oh, SP is told. SP means what? People understand as a superintendent of police. So they are imitating the government official designation. Every stage they are misguiding people, looting money, keeping the name. We are servicing, giving service in the name of God. ഈ ഗ്രൂപ്പിലെ ആളും പെണ്ണും രണ്ടുപേരും കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘവും ഇതിപ്പോ ഇൻഷുറൻസിന്റെ കാര്യം പറയാം. അതൊന്നും पूर्ति हिसाब मिलेगा. वो लोग को पूछेगा तो बोलेगा. ഇത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ദേലമ്പാടി ജില്ലയല്ല ദേലമ്പാടി പഞ്ചായത്തില് ഇപ്പൊ ഇൻഷുറൻസിന് 3000 വെച്ചിട്ട് പറഞ്ഞ ആദ്യം 3000 കെട്ടിക്കൊണ്ട് 10 വർഷമായി. കഴിഞ്ഞ വർഷത്തേക്ക് ഒരു മാസം പോയ 3000 അല്ല ഒരു കൊല്ലത്തേക്ക്. അപ്പൊ 10 വർഷത്തേക്ക് 30,000 കിട്ടണ്ടായിരുന്നു. അപ്പൊ അവര് കഴിഞ്ഞ വർഷം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് കിട്ടിയത് 20,000. 10,000 കണക്കില്ല. 30,000 കെട്ടി ആഴ്ചയില് 10 രൂപ മുതൽ 100 രൂപ വരെ അതിന് പുറമെയാണോ ഈ 3000 രൂപ? അത് പുറമെ അത് തിരിച്ചു കൊടുക്കില്ല. തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് 30,000 सिर्फ लेने का देने का नहीं. पब्लिक को कुछ नहीं है. सिर्फ खाने का. एक को 3 4 इंश्योरेंस करवाया एक आदमी को, किसी काम का नहीं. एक घर पे 4 5 लोन दिया. തിരിച്ചു കൊടുക്കില്ല. PRK ബോണ്ട് एक घर पे 4 5 യുണൈറ്റഡ് ഇൻഷുറൻസിന്റെ ബോണ്ട് LIC-യിലാണ് ഓരോ ഇൻഷുറൻസ് അത് മറ്റേ ഇത് സമ്പൂർണ്ണ സുരക്ഷ ഹെൽത്ത് കാർഡ് വന്നിട്ട് ചെയ്തു. അതെ അതാ ഇവര് തരുന്നതാണ്. ഈ കാർഡ് കൊടുത്തിട്ട് ഈ കാർഡ് അല്ല There is symbol. ഇല്ല തിരിച്ചു കിട്ടില്ല. Why this is? There is symbol. 80,000 കൊടുത്തിട്ട് ബാങ്ക്. ഇത് ഈ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം അത് ಜೈನಲ್ಲ ಹಿಂದೂ. അത് ഹിന്ദു ಮಂಜುನಾಥ ಸ್ವಾಮಿ ಹಿಂದೂಗಳ ದೇವರು. അവൻ ക്ലിയർ നോക്കേ. അല്ലാതെ പറഞ്ഞില്ല. അത് ജൈനന്മാരെ പൂജ ചെയ്യുന്നതാണ്. ഹിന്ദു ക്ഷേത്രമാണ്. 1971 സുപ്രീം കോടതി അവർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത് അവിടെ ഹിന്ദു ശിവനെ വെച്ച് പൂജിച്ചിട്ട് ആ കാശ് എടുത്തിട്ട് അതും ബഡ്ഡിക്ക് കൊടുക്കുക. ഈ രീതിയിലൊരു ആക്രമണം നടന്നുണ്ട്. അവിടെ ഒരു ഹിന്ദു സംഘടനകൾ കാര്യം പറയുന്നില്ല. അന്നൊക്കെ ഇവൻ പ്രഭാവി വ്യക്തിയാണ്. കാശ് കൊണ്ട് രാജ്യക്ക് എല്ലാ രീതിയിലും പ്രഭാവി വ്യക്തിയാണ്. ഒരു മനുഷ്യൻ വ്യക്തിയല്ല. ഈ വീരേന്ദ്രനാണോ എല്ലാത്തിനും എല്ലാത്തിനും അതിനിവിടെ 100% അത്ര ആക്രമണം ഞങ്ങൾ എല്ലാം ഫുൾ ഇതാക്കി വെച്ചിട്ടാണ്. ഞങ്ങള് വായി പറയുന്നതല്ല, റെക്കോർഡ് പ്രകാരമല്ല. ഡോക്യുമെന്റ് കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ പറഞ്ഞത് നടന്നെങ്കിൽ ഡിസ്ട്രിക്ട് കാസർഗോഡ് ഡിസ്ട്രിക്ട് DC SP എല്ലാം ചേർന്നൊരു കമ്മിറ്റി വെച്ചാൽ തനിക്കണം. അത് നിങ്ങൾക്ക് കർണാടകയിൽ
മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. സുപ്രീംകോടതി जारी होगा ഇവിടുത്തെ SP നെ കാണുന്നുണ്ടോ? എസ് പി നമ്മളെ കൊടുത്തിട്ടുണ്ട് അത് എസ് പി പോയി മീറ്റ് ചെയ്യാം. അല്ല, അത് ഇവരിപ്പോ കൊണ്ടുവരും പരാതി കൊടുത്താ. ആ, നമ്മൾ നിങ്ങളിപ്പോ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മൂന്ന് മാസം ബാക്ക് മുഖ്യമന്ത്രി വെച്ച് വന്ന് എസ് പി വന്നിട്ടുണ്ട്. ഇയാള് സ്റ്റേറ്റ് പ്രസിഡന്റ് नीति समथिंग ഞാൻ हम ചെയ്തിട്ടുണ്ട്. वहाँ के एसपी डीजीपी के पास भी हम गए. ഗവർണർ गवर्नर ऑल्सो हम वी मेट गवर्नर ऑल्सो. क्या बोला? तो हम इसके ऊपर कार्रवाई करेंगे. लेकिन क्या है बीजेपी राज्यसभा मेंबर है. गवर्नर भी मैं भी बीजेपी का ही पहले कार्यकर्ता था. लेकिन जब महेश शेट्टी तिमरोजी जी एंटी रेप सौजन्य केस में ये हुए तो मैं इसके साथ जुड़ा हूँ. But we have approached CM office. Irrespective, we don't have any political separation. The Congress, Communist, BJP, we don't make any discrimination. We are all only for fighting for the justice.